മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്നാണ് സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന, സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാവുന്ന ഒരു വീട് എന്ന് പറയുന്നത്. അതിന് എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട്.
വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ പി രാജീവ്, അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷം. ഇത്രയും സന്തോഷം നിറഞ്ഞ, ഇത്രയും നന്മ നിറഞ്ഞ ഒരു പരിപാടിയിൽ എന്നെയും കൂടെ ഭാഗമാക്കിയതിൽ, എന്നെ ഇതിൽ ക്ഷണിച്ചതിലും ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവേട്ടനോട് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഒപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്നാണ് സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന, സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാവുന്ന ഒരു വീട് എന്ന് പറയുന്നത്. അതിന് എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട്. അതിനുള്ള സാഹചര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവുകൾ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. ഇനി ഈ ആദ്യഘട്ടത്തിൽ 30 വീടുകളിൽ ഇത് 5ാമത്തേതാണ്. 4 വീടുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനിയും തുടർന്നും ഈ 30 വീടുകൾ കൊടുത്തതിന് ശേഷവും ഇത് തുടർന്ന് പോകാൻ സാധിക്കട്ടെ. സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉള്ള അവകാശമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ 30 എന്നുള്ളത് വീടില്ലാതെ എല്ലാവർക്കും വീട് കിട്ടുന്നത് വരെയും തുടർന്ന് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിന് പിന്തുണയുമായിട്ട് വന്നിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഒപ്പം ഈ വീട്ടിലേക്ക് താമസിക്കുന്ന കുടുംബത്തിനും ശ്രീധ ചേച്ചിക്കും മക്കൾക്കും എല്ലാവിധ ആശംസകളും. സുരക്ഷിതമായി, സന്തോഷമായി, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെയും സമ്പത്തിയോടെയും ഒരുപാട് കാലം ഈ വീട്ടിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഇവിടെ വരാൻ സാധിച്ചാലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചാലും ഉള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. നേരത്തെ സൂചിപ്പിച്ച ഒരു സ്നേഹത്തിൻ്റെ വീടാണ്. ആദ്യം ഇവിടെ കാറ്റ് വല്ലാതെ വീശിയപ്പോൾ ആലങ്ങാട് പഞ്ചായത്ത് സന്ദർശിച്ച സന്ദർഭത്തിൽ ഒരു വീട് കാറ്റ് മൊത്തത്തിൽ എടുത്തുകൊണ്ടുപോയി വേറൊരു സ്ഥലത്തേക്ക് പോയി. ആ വീട് എടുത്തുകൊണ്ടുപോകാവുന്ന അവസ്ഥയിലായിരുന്നു. അന്നാണ് ആദ്യമായി സ്നേഹ വീട് എന്ന നിലയിൽ അവിടെ ഒരു വീട് നിർമ്മിച്ചു വരുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതേപോലെ തന്നെ ഇവിടെ വിഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾ വളർത്താൻ കഷ്ടപ്പെടുന്ന ഒരു ഉമ്മയുടെ വേദന മാധ്യമങ്ങൾ വന്നപ്പോഴാണ് ആലങ്ങാട് തന്നെ 2ാമത്തെ സ്നേഹ വീട് നമ്മൾ നൽകിയത്. പിന്നെ ഒരു കോളനി എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ മാറ്റി സങ്കേതമെന്നാക്കി അത് ദത്തെടുത്ത് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തി നന്മ ഗ്രാമം എന്ന പേരിൽ മാറ്റുന്ന പദ്ധതി കരുമാലൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കി. അപ്പോഴാണ് അവിടെ മൈക്രോ സർവേ നടത്തി. മൈക്രോ സർവേയിൽ ടോയ്ലറ്റ് ഇല്ലാത്ത വീടുണ്ട്, കുഴിക്കക്കൂസുള്ള വീടുണ്ട്. അതെല്ലാം സൗകര്യങ്ങൾ ഒരുക്കുന്ന കൂട്ടത്തിൽ 2 വീട് താമസിക്കാനേ പറ്റാത്തതായിരുന്നു. അപ്പോൾ 2 വീട് അവിടെ സ്നേഹ വീടിൻ്റെ ഭാഗമായി നിർമ്മിച്ചു മതി. അങ്ങനെ 4 വീടുകൾ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വിധവകളും പെൺകുട്ടികളുടെ അമ്മമാരും അവര് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി തന്നെ ലിസ്റ്റിൽ വന്നവരുണ്ട്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രൂപത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതി ലൈഫ് എന്ന പേരിൽ 5 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്കാണ് ഈ സംസ്ഥാനത്ത് അടച്ചുറപ്പുള്ള വീട് നൽകിയത്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മണ്ഡലത്തിന്റെ ഒരു ഉപഹാരം നൽകുന്നതിനായിട്ട് നമ്മുടെ രാജീവ് മിനിസ്റ്ററിനെയും അത് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ടോവിനോ തോമസിനെയും ക്ഷണിക്കുന്നു. ഇവിടെയുള്ള എല്ലാ വിശിഷ്ട അതിഥികളും നമ്മളോടൊരു നന്ദി ആശംസകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചടങ്ങിന് രമ്യ തോമസ് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഈ ധന്യ നിമിഷത്തിൽ എല്ലാവരും പങ്കെടുത്തതിനും എല്ലാവരും ഇതിൽ കൂടി നമ്മൾ സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മളെ ഈ ചോദിച്ചാൽ